എന്താ ഫോൺ നോക്കിയിരിക്കണ? ഇന്നേ ദീപാവലിയാണ്. നിന്റെ കൈ കൊണ്ട് വല്ല സ്വീറ്റ് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരുമോ? ഏട്ടനില്ലാത്ത സ്വീറ്റാ? ഏട്ടൻ വിചാരിക്കാത്ത ഒരു സ്പെഷ്യൽ സ്വീറ്റ് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ ഇന്ന് ഏട്ടൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്വീറ്റ് എന്താന്ന് വെച്ചാൽ ബ്രൗണീസ്. അപ്പൊ നമുക്ക് ബ്രൗണീസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 3 മുട്ട എടുത്തിരുന്നത്. അത് കോഴിമുട്ടയാണ്, നമ്മുടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള മുട്ട വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് പ്രത്യേകിച്ച് നോക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. പിന്നെ അമൂലിന്റെ ബട്ടർ എടുത്തിട്ടുണ്ട്, അതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വാനില എസൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വീറ്റ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ അമൃതം പൊടി, കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന അമൃതം പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആവശ്യമായിട്ട് വെല്ല, പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ വെല്ല യൂസ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനുള്ള കൊക്കോ പൗഡർ. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൗളിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ഈ ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പൊ അത് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ വായ്ഭാഗം ഫുൾ കവർ ചെയ്യുന്ന ഒരു പാത്രമായിരിക്കും നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും കൂടി നമ്മൾ ഇങ്ങനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അപ്പൊ അത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും വെള്ളമില്ലാത്തൊരു ക്ലീൻ ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഴം, ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുക്കുന്നത്, ഇത് ഇതിലേക്ക് ഇട്ട് നന്നായി ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട അപ്പൊ നമ്മുടെ മുട്ടനെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മുട്ടയും പഴവും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് വെല്ലം. നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം, പഞ്ചസാര വേണ്ടെന്ന് നമുക്ക് നമ്മൾ വെല്ലമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും ബട്ടറും ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്താൻ പോകുന്നത് വാനില എസൻസ്. ഇത് നമ്മൾ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ മുട്ടന്റെ സ്മെല്ല് ഉണ്ടാവില്ലേ, അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. അതൊരു ചെറിയൊരു മൂടിക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആവശ്യമുള്ള പൊടികളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ട് ക്ലീൻ ആയിട്ടൊരു ബൗൾ, ഒരു അംശം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ആ പൊടികളൊക്കെ എല്ലാം എടുത്തിട്ട് ഒരു നല്ലൊരു അരിപ്പി യൂസ് ചെയ്തിട്ട് ചലിച്ചെടുക്കണം. ഇത് ഗോതമ്പ് പൊടി, അമൃതപ്പൊടി, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ, എന്നിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒരു തരിയും ഉണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടി നമ്മൾ ചലിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, ബനാന, മുട്ട, അങ്ങനെ എല്ലാത്തിനും കൂടെ നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഓവൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം, യൂസ് ചെയ്യാണ്ട് ഇതുണ്ടാക്കാം, ബേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഓവൻ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. ഈ പാത്രത്തിൽ നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ഈ ഒരു പാത്രത്തിന്റെ അളവിൽ വെക്കാം. നമുക്കത് കട്ട് ചെയ്ത് വെക്കാം, അല്ലാണ്ട് ഇങ്ങനെ വെക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത്. അപ്പൊ എല്ലാ സൈഡും ബട്ടർ നമ്മൾ തേച്ച് പിടിച്ചത്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററി ഇതിലിട്ട് കൊടുക്കാം.
ഇനി അത് എല്ലാ സൈഡിലേക്കും ആക്കും. അപ്പൊ നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇഡ്ഡലി പാത്രമാണ്. അതിലേക്ക് നമുക്ക് ഇറക്കി വെക്കണം. നന്നായിട്ട് അടച്ചു വെക്കും. അപ്പൊ ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മൾ 15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആയോന്ന് നോക്കാം. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നോക്കി നമ്മുടെ ഫോർക്കിലായിട്ടില്ലെങ്കിൽ ആയി നടത്താം. അപ്പൊ നമ്മളിത് മേല് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽട്ടായി വരട്ടാം. അപ്പൊ നമ്മൾ ഇതിന്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് സിറപ്പ് നേരെ വെച്ച് കൊടുക്കും. അപ്പൊ നമ്മളിത് കട്ട് ചെയ്യാം, പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ബ്രൗണീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദേട്ടനെ കൊണ്ട് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് ചോദിക്കണ്ടേ? വാ പോവാ. ഏട്ടാ, ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് നല്ല കളർഫുൾ ആണല്ലോ സാധനം. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് സാധനം? ഇതാണ് ദീപാവലി സ്പെഷ്യൽ ബ്രൗണീസ്. ഉഷാറായിട്ട് കേട്ടാ, നന്നായിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ മധുരം കഴിക്കുന്ന ആളല്ല, എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇത് അങ്ങനെ മധുരമില്ല, സംഭവം ഉഷാറായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ പോരട്ടെ. ഓക്കെ, അപ്പോൾ ബൈ.